ഹായ്, ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 16 ആയിരുന്നേ. നമ്മുടെ വിജോ ഫിറ്റ്നസിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഇന്നായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ഒരു ആം റെസ്ലിംഗ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. രാഹുൽ പണിക്കർ ഉൾപ്പെടെ വലിയ വലിയ പ്ലേയേഴ്സൊക്കെ, ഇൻ്റർനാഷണൽ പ്ലേയേഴ്സൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആംബിയൻസ്. ഇത് അക്കാഡമിയാണ്. അതായത് ഈ പുള്ളിയാണ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. അപ്പോൾ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടന്നു. ഇവിടുത്തെ അമനണ്ണൻ്റെ വക പഞ്ചസ്. അപ്പോൾ ഇന്ന് അന്നയും കൂടെ ഉണ്ട്. നമ്മൾ അരമണിക്കൂർ ഓട്ടമാണ്, ജോഗിങ്. സെബിൽ പാർക്കാണ്. അന്നമ്മ ഫുൾ ഓട്ടമാ. അന്നമ്മ അരമണിക്കൂർ തേക്കണം. യെസ്, ഞാനും അന്നയും ഫുൾ ഓട്ടത്തിലാണ്. അരമണിക്കൂർ തേക്കാൻ നോക്കാം. അന്നമ്മ, ഞാനല്ല, ഞാൻ ഡെയിലി ഓടുന്നതാണ്. എനിക്കിതൊരു കുഴപ്പമില്ല. 10 മിനിറ്റ് ആയിട്ടുണ്ടേ അന്ന. യെസ്, ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നേ ഉള്ളേ. അന്ന ഇവിടെ അൽക്കൂസിലെ ജിമ്മിൽ ഫിറ്റ്നസ് ട്രെയിനറാണ്. ഞാനിവിടെ കരാമയിൽ വിജോ ഫിറ്റ്നസ് സെൻറ്ററിലാണല്ലോ. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. 20 മിനിറ്റ്സ് ആയിട്ടുണ്ടേ അന്ന. ഞാൻ 2 വർഷത്തിന് ശേഷം ഇങ്ങനെ ഓടുന്നേ. അതും ഇങ്ങനെ റോഡിൽ ഔട്ട് സൈഡ് ട്രെഡ്മിൽ ചെയ്യും. പക്ഷേ ഗ്രൗണ്ട് ആള് ചുമ്മാ ഒന്നുമല്ല, ഇന്റർനാഷണൽ റെസ്ലറാണ് കേട്ടാ. ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളു. ഇന്റർനാഷണൽ റെസ്ലറാണ്. ഞാൻ നാഷണൽ പ്ലെയർ ആണെന്നേ ഉള്ളു. നമ്മൾക്ക് വെളിയിലാണ് കേട്ടാ. ഞാനതുകൊണ്ട് തന്നെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആള് ബോക്സിങ് ചെയ്യുന്നുണ്ട് എന്നോട്. ആളുടെ ഞാൻ റെസ്ലിംഗ് ഇപ്പോൾ പഠിക്കുന്നുണ്ട് കേട്ടാ. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളേ. ഞാൻ കരുതിയില്ല അന്ന ഇത് തേക്കുന്ന്. അന്ന അങ്ങനെ അരമണിക്കൂർ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അന്ന ജോഗിങ്ങിന് ശേഷം അന്ന എൻ്റെ കൂടെ ഒരു സെറ്റ് സ്കോട്ട് ചെയ്തു. അതിനുശേഷം അന്ന മാറി. ഞാൻ ഒറ്റയ്ക്ക് പിന്നീട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും 30 പുള്ളപ്സ് ആയേ. ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ 30 പുള്ളപ്സ് ചെയ്യുന്നത്. 105 പുഷപ്പിൽ തന്നെ നമ്മൾ വീണ്ടും നിർത്തിയേക്കുന്നത്. സെക്കൻഡ് സെറ്റ് 22 പുള്ളപ്സ്. അങ്ങനെ വ്യത്യാസമുണ്ട്. ക്രഞ്ചസ് ആണെങ്കിൽ ഹാഫ് ക്രഞ്ചസ് നമ്മൾ 200 ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ 180, 160 മൂന്നാമത്തെ. അങ്ങനെ പല ടൈമിലാണ്. അങ്ങനെ നമ്മൾ 10 ബാക്ക് ഫ്ലിപ്പും കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല റെസ്റ്റ് കൊടുക്കുക, ഫുഡിൻ്റെയൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. വെൽത്ത് മാത്രമല്ല, ഹെൽത്തും മെയിനാണ്. നമ്മുടെ 500 പഞ്ചസായി. ബാക്കി 1000 പഞ്ചസ് കൂടി നമ്മൾ അങ്ങനെ അവിടെ ചെയ്തു. കുഴപ്പമില്ല. ഷാഡോ ബോക്സിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂവ്മെൻറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് നമ്മൾ പഞ്ചും ബാഗിലിടിക്കുവാണെങ്കിൽ അധികം മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നില്ല, കൂടുതൽ പഞ്ചസ് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പഞ്ചസൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. 1000 പഞ്ചസായി. ലാസ്റ്റ് സെറ്റ് പഞ്ചസാണ്. നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിക്കുന്നുണ്ട്, സമയം കിട്ടായ്മയാണ്. എന്നിരുന്നാലും നമ്മൾ ചലഞ്ചിലെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഫിറ്റ്.